നമ്മുടെ തലസ്ഥാന നഗരമായ ന്യൂഡൽഹി ആകെപ്പാടെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്, ഞെട്ടിവിറച്ചിരിക്കുകയാണ്. ഒരു വിറങ്ങലിച്ച അവസ്ഥയാണ് ഡൽഹിയിൽ ആകമാനമുള്ളത്. ഡൽഹിയിലെന്നല്ല, നമ്മുടെ രാജ്യത്തുടനീളം ഉള്ളത്. ഇന്നലെ വൈകുന്നേരം 6:52 ഉണ്ടായ ഉഗ്രസ്ഫോടനമാണ് അതിന് കാരണം. പതിവ് പോലെ ഡൽഹി നഗരം വളരെ തിരക്കേറിയ ഒരു സമയമായിരുന്നു ഈ പറയുന്ന 6:52 എന്ന് പറയുന്ന സമയം. ചെങ്കോട്ടയുടെ പരിസരം, ചെങ്കോട്ടയുടെ മുമ്പിൽ ഒരു കാറ് പാർക്ക് ചെയ്ത് കിടന്നു. ഒരു ഹൈയുണ്ടായി, ഒരു വെളുത്ത കാറ്, ഹൈയുണ്ടായിയുടെ i20 എന്ന് പറയുന്ന കാറ് പാർക്ക് ചെയ്ത് കിടന്നു. ആ കാറ് 3 മണിക്കൂറിന് ശേഷം അതിൽ കറുത്ത മുഖംമൂടി ധരിച്ച ഒരാൾ കയറി ഓടിച്ച് നേരെ ട്രാഫിക് സിഗ്നലിലേക്ക് വരുന്നു. അവിടുത്തെ ട്രാഫിക് സിഗ്നലിലേക്ക് വരുന്നപ്പോൾ പതുക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പതുക്കെ വന്നതാണ് ട്രാഫിക് സിഗ്നലിലേക്ക്. അവിടെ റെഡ് ലൈറ്റ്, അപ്പോൾ ചുവപ്പ് സിഗ്നൽ ആയതുകൊണ്ട് ആ കാർ അവിടെ നിർത്തി. ഇത് കഴിഞ്ഞ് പാസ് ചെയ്താൽ ഉടനെ കാണുന്നത് ചാന്ദിനി ചൗക്കിൻ്റെ ഗേറ്റാണ്. ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്നത് ഡൽഹിയിലെ വലിയ തിരക്കുള്ള മാർക്കറ്റാണ് ആ ചാന്ദിനി ചൗക്ക് ഭാഗം എന്ന് പറയുന്നത്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ പോയിട്ടുണ്ട് അതിനകത്ത്. അവിടെ ഒരു 10,000 കണക്കിന് ആളുകൾ എപ്പോഴും ഉണ്ട് അതിനകത്ത്. നമുക്ക് ആരെയും മുട്ടാതെ നടക്കാൻ പോലും ഒക്കത്തില്ല അതിനകത്ത്. ആ ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക് ഷോപ്പുകളാണ്. ഇലക്ട്രിക് ഷോപ്പുകൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഫിറ്റിങ്സ് ഒക്കെ വളരെ ലാഭത്തിനാണ്, വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും. നല്ലതുമാണ്, നല്ല സാധനങ്ങൾ. കാരണം ബൾക്കായിട്ടുള്ള പ്രൊഡക്ഷൻ കൊണ്ടുവന്നിട്ട് ചെറിയ കടകളാണ്. പക്ഷേ അവിടെ ഇതുപോലെ അവർ ചോദിച്ചാൽ അവർ വേറെ അകത്തുനിന്ന് പോയി അല്ലെ അടുത്ത ഗോഡൗണിൽ നിന്ന് അവർ എടുത്തുകൊണ്ട് തരും സാധനങ്ങൾ. നമുക്ക് വളരെ ലാഭത്തിന് വാങ്ങാം. നമ്മൾക്ക് ഇവിടെയൊക്കെ ഉള്ളതിൻ്റെ 1/4 വിലയേ ഉള്ളൂ ആ സാധനങ്ങൾക്ക്. അത് കഴിഞ്ഞ് അത് കൂടാതെ അതേപോലെ എല്ലാ ഷോപ്പുകളും, ഇപ്പോൾ നമുക്ക് വീട് നിർമ്മാണത്തിന് ആവശ്യം, അപ്പോൾ നമുക്ക് ഈ വാതിലിനൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള വിയാഗിരി, അതേപോലെ തന്നെ കൊളുത്തുകൾ അല്ലെങ്കിൽ താഴുകൾ, ഈ പൂട്ട് തുടങ്ങി ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും ഓരോരോ ഭാഗത്ത് ഒരു രീതിയിലുള്ള കടകളാണ്. ഒന്നിനൊന്ന് മെച്ചമാണ്. അവിടെ വളരെ നല്ല രീതിയിൽ നമുക്ക് വലിയ ലാഭത്തിൻ്റെ സാധനങ്ങൾ വാങ്ങാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ തിരക്ക്, ഇതുപോലെ തിരക്കാണ് അവിടെ ഇതിനകത്തുനിന്ന്. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഈ ചാന്ദിനി ചൗക്കിൽ നിന്ന് ഞാൻ 2-3 തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇവിടെ ഈ ട്രാഫിക് സിഗ്നൽ കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നെങ്കിൽ അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം നടക്കുമായിരുന്നു. ദുരന്തം. ഇത് ദുരന്തം നടന്നില്ല എന്നുള്ളതല്ല. ഇപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ദുരന്തം, ഈ ഉഗ്രസ്ഫോടനം, ഈ ചുവപ്പ് സിഗ്നലിൽ ഈ കാർ വന്ന് നിൽക്കുന്നു. ഉടനടി കാറ് പൊട്ടിത്തെറിക്കുകയാണ്. കാർ പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ പിൻഭാഗത്തു നിന്നാണ് ഈ വലിയ സ്ഫോടനം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ നിർത്തിയിട്ടിരുന്ന കുറേ കാറുകളുണ്ട്, ഒരു 6-7 കാറുകൾ. അതുകൂടാതെ ഓട്ടോറിക്ഷകൾ, ഒരു 6-7 ഓട്ടോറിക്ഷകൾ, പിന്നെ ബൈക്കുകൾ, ഇതെല്ലാം പൊട്ടിത്തെറിക്കുകയാണ്. മൊത്തം ഭയങ്കരമായി തീഗോളങ്ങളായിട്ട് മാറുകയാണ്. ഉഗ്രസ്ഫോടന ശബ്ദം. ഈ സ്ഫോടനം ഏതാണ്ട് ശബ്ദം ഒരു 2.5 കിലോമീറ്റർ വരെ അകലെ കേട്ടു. അതിൻ്റെ പ്രകമ്പനം കൊണ്ടുണ്ടല്ലോ ഈ കെട്ടിടങ്ങളുണ്ടല്ലോ കുലുങ്ങി വിറച്ചു. അപ്പോൾ അതിൻ്റെ സ്ഫോടനത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ആളുകളൊക്കെ വിചാരിച്ചെന്തറിയോ, ഈ LNG ഗ്യാസ്, മിക്കവാറും അവിടുത്തെ എല്ലാ വെഹിക്കിളും LNG ആണ്. LNG ഗ്യാസുള്ള വാഹനം, അത് LNG ഗ്യാസ് അത് പൊട്ടിത്തെറിച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പൊട്ടാം, പക്ഷേ അത് പൊട്ടിയാലൊന്നും ഇതുപോലുള്ള പ്രകമ്പനമൊന്നും ഉണ്ടാകത്തില്ല. ഇത് ആളുകളുണ്ടല്ലോ മറിഞ്ഞു വീഴുകയാണ് റോഡിൽ ഈ പ്രകമ്പനം ശക്തി കാരണം. അതേപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഉയർന്നാണ് ഓട്ടോറിക്ഷകളൊക്കെ പോയി താഴെ വീഴുന്നത്. അപ്പോൾ അത്രത്തോളം വലിയൊരു ഉഗ്രസ്ഫോടനമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചിപ്പോൾ ഉള്ള അന്വേഷണത്തിലാണ്. ഏതായാലും അവിടെ ആ ഭാഗമെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, അവർ വളഞ്ഞു. അതേപോലെ തന്നെ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വന്നു. ഡൽഹി പോലീസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ സംയുക്തമായിട്ടുള്ള അന്വേഷണമാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. വലിയ അന്വേഷണം ഇതിനെ സംബന്ധിച്ച് ആരംഭിച്ചു. അവർ മണിക്കൂറുകൾക്കുള്ളിൽ ഈ കാറ് അവർ ഏതാണെന്ന് കണ്ടുപിടിച്ചു. അതൊരു വലിയ കാര്യമാണ്.
CCTV ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ട് ആ വെള്ളക്കാർ കണ്ടുപിടിച്ചു. ആ വെള്ളക്കാർ യഥാർത്ഥത്തിൽ ഒരു ഹരിയാന സ്വദേശിയുടെ കാറാണ്. അയാളുടെ പേര് രജിസ്റ്റർ ചെയ്താണ് അയാൾ വാങ്ങിയതാണ്. അയാൾ അത് കഴിഞ്ഞത് ഒരു ദേവേന്ദ്ര എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റു. ഈ ദേവേന്ദ്ര എന്ന് പറയുന്ന ആൾ വേറെ ഒരുത്തിന് അത് കച്ചവടം ചെയ്തു. അവൻ്റെ കയ്യിൽ നിന്ന് അത് അവസാനം ടാരിഖ് എന്ന് പറയുന്ന ഒരു പുൽവാമ സ്വദേശിയാണ് വാങ്ങിയിട്ടുള്ളത് ഈ കാറ്. പുൽവാമയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ എന്താണെന്ന്. അപ്പോൾ ഇതിന് ശേഷമാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ പുൽവാമ സ്വദേശിയുടെ കയ്യിൽ നിന്നുള്ള കാറ് വേറെ ആർക്കോ കൈമാറ്റം ചെയ്താണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഏതാണ്ട് അതായത് ഇന്നലെ വൈകുന്നേരം ഈ സംഭവം ഉണ്ടാകുന്നു. ഇന്നലെ രാവിലെ മെനഞ്ഞാന്നുമായിട്ട് പോലീസ് ജമ്മു കാശ്മീരിൽ നിന്നും അതുപോലെ തന്നെ ഫരീദാബാദിൽ നിന്നും കുറച്ച് പേരെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരിയാന പോലീസിൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് 3 സ്റ്റേറ്റുകളിൽ നടന്ന അന്വേഷണത്തിലാണ് ഒടുവിലാണ് ഈ അറസ്റ്റുകളൊക്കെ. ഈ അറസ്റ്റിൽ നമ്മൾ കാണേണ്ടത് എന്താണെന്നറിയോ? ചില്ലറക്കാരിയൊന്നുമല്ല പിടിച്ചേക്കുന്നത്. 3 ഡോക്ടേഴ്സ്. അത് ആദ്യം അറസ്റ്റ് ചെയ്തത് മുസമ്മിൽ എന്ന് പറയുന്ന ആദ്യം അറസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ ഫരീദാബാദിൽ ഉള്ള കാശ്മീരിലെ അനന്തനഗർ എന്ന് പറയുന്ന സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ആദിൽ അഹമ്മദ് റാത്തർ ആണ് ആദ്യം അറസ്റ്റിലാവുന്നത്. ആദിൽ അഹമ്മദ് അയാളാണ് അറസ്റ്റിലാവുന്നത് ആദ്യം. അത് ഏതാണ്ട് 15 ദിവസം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഉടനെ പിന്നെ അറസ്റ്റിലായത് ഫരീദാബാദിൽ നിന്ന് 2 ഡോക്ടേഴ്സാണ്. ഒന്ന് ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഖന്ന, പിന്നെ ഒരു വനിതാ ഡോക്ടറായ അയാളുടെ കൂട്ടാളി ഷഹീൻ എന്ന് പറയുന്ന ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. അത് ഫരീദാബാദിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരോടുള്ള ഗ്രൂപ്പിനെയൊക്കെ ഏതാണ്ട് 8 പേരെ കൂടെ അതിനോടൊപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് 2900 കിലോഗ്രാം തൂക്കമുള്ള സ്ഫോടക വസ്തുക്കളാണ് കണ്ടെടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു AK-47 തോക്ക്, പിന്നെ കുറച്ച് ചൈനീസ് തോക്കുകൾ, കൈത്തോക്കുകൾ, അത് പിസ്റ്റലുകൾ അത് കണ്ടെടുത്തിട്ടുണ്ട്, പിടികൂടി. ഈ 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളിൽ 360 കിലോ എന്ന് പറയുന്നത് അത് സോഡിയം നൈട്രേറ്റും അമോണിയം നൈട്രേറ്റും പൊട്ടാസ്യം നൈട്രേറ്റുമാണ്. അപ്പോൾ ഈ പൊട്ടാസ്യം നൈട്രേറ്റ് ആയാലും അമോണിയം നൈട്രേറ്റ് ആയാലും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉഗ്രസ്ഫോടനം ഉണ്ടാക്കാവുന്ന സാധനങ്ങളാണ്. നമ്മുടെ RDX പോലെ തന്നെ ഇത് ഞെക്കിയാൽ പൊട്ടും, ആ രീതിയാണ്. അമർത്തിയാതെ പൊട്ടും. അങ്ങനെയുള്ള ഒരു അത്രത്തോളം വലിയ സ്ഫോടക ശേഷിയുള്ള സാധനങ്ങളാണ്. ഏതായാലും ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ആണോ, ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഈ അപകടം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു സംശയം വന്നു. അപ്പോൾ ഇവരുടെ കൂട്ടാളിയായിട്ടുള്ള മറ്റൊരു ഡോക്ടറെ, ഇവന്മാരൊക്കെ ഡോക്ടേഴ്സ് എന്ന് ഇവനെയൊക്കെ പറയാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മറ്റൊരു ഡോക്ടർ, അതായത് ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്, അത് തീർച്ചയാക്കിയിട്ടില്ല, നിഗമനം എന്ന് പറയുന്നത് ഈ ഉമർ മുഹമ്മദ് എന്ന് പറയുന്നവനാണ് അവൻ ചാവേറായിട്ട് നടത്തിയ ഒരു സംഭവമാണ്, ഒരു സ്ഫോടനമാണ് ഈ കാർ സ്ഫോടനം എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെയൊക്കെ നിഗമനം. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഏതാണ്ട് ഒരു നിഗമനത്തിലേക്ക് എത്തിയേക്കുന്നവർ. അത് തിരിച്ചറിയണമെങ്കിൽ അവനും ഛിന്ന ഭിന്നമായിപ്പോയി. അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവനെ DNA ടെസ്റ്റ്, ഈ ബോഡി ഭാഗങ്ങൾ നടത്തണം. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ്. അതൊക്കെ പെട്ടെന്ന് തന്നെ അവർ നടത്തും, അത് തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ ഇവന്മാരെയൊക്കെ ഞാൻ പറയുന്നത് എന്തെന്നറിയോ, ഇവനൊക്കെ വിദ്യാഭ്യാസമുള്ളവന്മാരാണ്. ഇവനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ മനോരോഗികളാണ്, യഥാർത്ഥത്തിൽ മാനസിക രോഗികളാണ്. ഇവനൊന്നും ഈ മനുഷ്യജീവന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. ഇവനെയൊക്കെ എങ്ങനെ ഡോക്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും? മനുഷ്യജീവന് വില കൊടുക്കുന്നവന്മാരാണെങ്കിൽ ഇതുപോലെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ തോക്കുകൾ, ഇതേപോലെയൊക്കെ 47ഓ അതേപോലെ ചൈനീസ് പിസ്റ്റലുകളോ ഇതൊക്കെ ഉപയോഗിച്ച്
അതൊക്കെ ആളുകളെ കൊല്ലാൻ വേണ്ടിയുള്ള സാധനമല്ലേ, അല്ലാതെ വേറെ ആരെയും നന്നാക്കാനുള്ളതല്ലല്ലോ ഇത്. അപ്പോൾ ഈ അതേപോലെ തന്നെ ഇത്രത്തോളം സ്ഫോടക വസ്തുക്കൾ, ഇതൊക്കെ ആളുകൾ ചിന്നിച്ചെതറി പോകത്തില്ലേ? ചെറുപ്പക്കാർ വരെ, കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ വരെ ഇതിനകത്ത്, അതായത് അവരുടെ ഛിന്ന ഭിന്നമായി പോയെന്നാണ് പറയുന്നത്. 8 പേരുടെ യഥാർത്ഥത്തിൽ ആണ് കൊലപാതകം, അതായത് അവർ മരിച്ചതായിട്ടാണ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. 8. പിന്നെ ഈ കാരണത്തുണ്ടായിരുന്നതും കൂട്ടി 9, അങ്ങനെ 9 പേര്. ഇവനെ മനുഷ്യനായിട്ട് കൂട്ടണ്ട, 8 മനുഷ്യരും ഈ കന്നാലിയും കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ കണക്കാക്കിയാൽ മതി. നായ്ക്കൾ പോലും ഇത് പോലും ചെയ്യാത്ത കാര്യമല്ലേ ഇതൊക്കെ. ആയിക്കോട്ടെ, അത് അപ്പോൾ ഇതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ, ഇത് ചാന്ദിനി ചൗക്കിലായിരുന്നെങ്കിലോ ഈ സംഭവം, എത്ര ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടേനെ. ഇത് ഈ കൊലപാതകങ്ങൾ അവസാനിക്കുകയാണ്. പക്ഷേ ഏതാണ്ട് 10-40 ആംബുലൻസ്, ഇനി ഒരുപാട് പേര് ട്രീറ്റ്മെൻറ്റിലുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള അംഗഭംഗം വന്നുള്ള ആളുകളൊക്കെ ഉണ്ട് അതിൽ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ആളുകളുടെ കൈയും കാലും ഒക്കെ തെറിച്ച് ദൂരെ വീഴുന്നത് ആണ് കണ്ടേക്കുന്നത്. വല്ലാത്ത ഹൊറിബിളായിട്ടുള്ള ഒരു 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 കാഴ്ചയാണ് ആ കാണാൻ നമുക്ക് ഇടയായത്. മീഡിയയൊക്കെ അത് യഥാർത്ഥത്തിൽ കാണിച്ചു, അവർ ബ്രേക്ക് ചെയ്തു, അത് കൊണ്ടുവന്നു. അപ്പോൾ ഏതായാലും ഇത് ഈ ഉമർ മുഹമ്മദ് എന്ന് പറയുന്നവനാണ് എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവർ ഇതിനെക്കുറിച്ചുള്ള ഒരു ഊഹാപോഹം എന്ന് പറയുന്നത്, ഊഹാപോഹം മാത്രമേ ഉള്ളത്. ജെയ്ഷെ മുഹമ്മദുമായിട്ടും ബന്ധമുള്ളവരാണ് യഥാർത്ഥത്തിൽ ഈ പിടിക്കപ്പെട്ട ഡോക്ടേഴ്സ് എല്ലാം. അവർ ജെയ്ഷെ മുഹമ്മദും അതുപോലെ തന്നെ IS-ൻ്റെ ഒരു ഇന്ത്യൻ ഘടകമായിട്ടുള്ള അൻസാർ കസ്വാത്ത് ഉൾ ഹിന്ദ്, ഇതൊന്നും നമുക്ക് പറയാൻ പോലും വായിക്കൊള്ളാത്ത വാക്കുകളാണ്, നമുക്ക് പറയാൻ പോലും അറിയത്തില്ല. അത് IS-ൻ്റെ ഒരു ഇന്ത്യൻ പതിപ്പാണ് വന്നേക്കുന്നത്. അൻസാർ കസ്വാത്ത് ഉൾ ഹിന്ദ്, അൻസർ കസ്വാത്ത് ഉൾ ഹിന്ദ്, ഇത് പറയാൻ പോലും നമുക്ക് ഒക്കത്തില്ല. ആ രീതിയിലുള്ള വാക്കുകളോ വായിക്കൊള്ളാത്ത വാക്കുകളോ ഒക്കെ കണ്ട് ഓരോ പേര് വിട്ടവനൊക്കെ ഇനി ഇറങ്ങുകയാണ്. ഇവനെയൊക്കെ പരസ്യമായിട്ട് വെടിവെച്ച് കൊല്ലണം, അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് യഥാർത്ഥത്തിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇതുപോലൊക്കെയുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ പിടിച്ചെങ്കിൽ പിന്നെ ഇവനെയൊക്കെ ഇപ്പം NIA കേസ് ഇത് UAPA അനുസരിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും അല്ല വേണ്ട. ഞാൻ പറഞ്ഞ ഇതുപോലൊക്കെ ഉള്ളവന്മാരെ കണ്ടാൽ അങ്ങ് വെടിവെക്കുക, കൊല്ലുക, അതാ ചെയ്യേണ്ടത്. അല്ല അവനെയൊന്നും പിടിച്ചിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ചിലവിന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ രീതിയിലാണ് വന്നേക്കുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് എന്തെന്നറിയാം, അതീവ ഗുരുതരമാണ് പ്രശ്നം. കാരണം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ 1ാം ഭാഗമേ തീർന്നിട്ടുള്ളൂ, അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇപ്പോഴും എന്നാണ് നമ്മുടെ ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും, അതായത് പാകിസ്ഥാൻ ഇൻവോൾവ്മെൻറ്റിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ജീവിതം എടുക്കാനിടയായാൽ അത് പിന്നെ അടുത്ത യുദ്ധത്തിലേക്കാണ് പോകുന്നത്. ആ രീതിയിലേക്ക് പോവും. ഇത് അന്വേഷണം വരട്ടെ, അന്നേരം അറിയാം ഇതിന് പാക് ബന്ധമുണ്ട് എന്ന് കണ്ടാൽ. മാത്രമല്ല, ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇതിനു മുമ്പുള്ള ഒരു പ്രസ്താവന വന്നിരുന്നു കേട്ടോ. സയ്യിദ് ഹഫീസ് അനങ്ങാതിരിക്കുകയല്ല കേട്ടോ, അയാൾ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നവൻ അറിയാമല്ലോ. ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനാണ്, ഏതാണ്ടൊക്കെ ചെയ്യുന്ന. അവൻ്റെ കൂട്ടാളികളെല്ലാം, അവൻ്റെ ബന്ധുക്കളും എല്ലാം കൊല്ലപ്പെട്ടതാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ 1ാം ഭാഗത്തിൽ. അപ്പോൾ അവൻ അനങ്ങാതിരിക്കുകയല്ലെന്ന് എന്ന് പറഞ്ഞാൽ അവൻ ഏതാണ്ടൊക്കെ ചെയ്യാൻ പോകുന്നെന്നുള്ളതാണ്. അപ്പോൾ അത് ബംഗ്ലാദേശ് വഴി അവർ ഓപ്പറേറ്റ് ചെയ്യും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇവരുടെ കൂട്ടാളികൾ ബംഗ്ലാദേശിൽ കടന്നിട്ടുള്ളതായിട്ട് ഉള്ള വിവരം വന്നിട്ടുണ്ട്. അത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണ്. അപ്പോൾ ബംഗ്ലാദേശും ഇതേപോലെ ഭീകരരുടെ പിടിയിലേക്ക് പോകുന്നു, അവരുമായിട്ടുള്ള ഒരു അസോസിയേഷനിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ പക്ഷേ അതൊന്നും എളുപ്പമൊന്നുമല്ല. ബംഗ്ലാദേശിനെയൊക്കെ തവിടി പൊടിയാക്കാൻ ഇന്ത്യക്ക് ഏതാണ്ട് ഒരു ദിവസം പോലും വേണ്ട. പാകിസ്ഥാനെ ആക്കാൻ, ഇനി പാകിസ്ഥാനെ പൊടിച്ചു കളയാൻ
യഥാർത്ഥത്തിൽ 2-3 ദിവസം കൊണ്ട് കാര്യം നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്താണെന്നറിയോ, അശാന്തിയൊക്കെ ഒരുപാട് ഉണ്ടാവും. പക്ഷേ നമ്മുടെ രാജ്യസുരക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നോക്കണം. നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ജീവൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്, വളരെ വിലയേറിയതാണ്. അപ്പോൾ അതിനെ ഈ ഇവിടുത്തെ ശാന്തിക്ക് തുരങ്കം വെക്കുന്ന, ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് തുരങ്കം വെക്കുന്ന, നമ്മുടെ രാജ്യത്തെ സമാധാന ജീവിതത്തിന് തുരങ്കം വെക്കുന്ന ഏത് ശക്തികളുണ്ടോ അവരെയെല്ലാം അടിച്ചൊതുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ശരിയായ അന്വേഷണം നടക്കണം. അന്വേഷണം നടക്കട്ടെ. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ ഒടുവിൽ മനസ്സിലാവും, കാര്യം വെളിയിലേക്ക് വരും. ഇതിപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് വെളിയിലേക്ക് ഇത് ബ്രേക്ക് ചെയ്ത് വരും എന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം അടുത്ത യുദ്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് ഇല്ലാതിരിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഈ IS-ൻ്റെ ഒരു ഇന്ത്യൻ പതിപ്പെന്ന് പറഞ്ഞില്ലേ, ഈ ഉൾ ഹിന്ദ്, ബാക്കി എനിക്ക് പറയാൻ വായി കൊള്ളുന്നില്ല, അതുകൊണ്ടാണ്. അഖാസ് ഏതാണ്ട് അങ്ങ് പേരാണ് അത്. ഇവനൊക്കെ ഇത് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2ാം ഘട്ടം ഉടനെ തുടങ്ങേണ്ടതായിട്ട് വരും. അത് നമുക്കൊരുപാട് നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കും ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. പക്ഷേ ഉണ്ടായാലും നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയല്ലേ. അതുകൊണ്ട് ആ രീതിയിലായിരിക്കട്ടെ. ഏതായാലും ഈ LNJP ഹോസ്പിറ്റലിൽ ആണ് ഇപ്പോൾ ഈ പരിക്കേറ്റവരൊക്കെ ഉള്ളത്. ഈ മരണമടഞ്ഞ, ഈ കൊല്ലപ്പെട്ട, മരണമടഞ്ഞെന്നല്ലോ നമുക്ക് പറയണ്ടേ, ഈ കൊല്ലപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെയും, കാർ ഓടിച്ചിരുന്നവനെയല്ല അതൊഴിച്ച് ബാക്കി അവരുടെ എല്ലാവരുടെയും ആത്മാവിന് വേണ്ടി ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. അവർക്ക് ആദരാഞ്ജലികൾ നേരുന്നു. ഇനി ചികിത്സയിലുള്ള ആളുകൾ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.